കേൾക്കാം. ക്ലിയർ ക്ലിയർ. താങ്ക് യു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ഗ്രൂപ്പിൽ, സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിന്റെ ഗ്രൂപ്പിൽ വചനമായി ചേരാൻ എനിക്ക് ദൈവം തന്ന ഒരു നല്ല സൗഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ മിക്കവാറും കൂടി വന്ന് എല്ലാ ട്യൂസ്ഡേയ്സിലും കൂടി വന്നു, അല്ലാതെയും പ്രാർത്ഥനയുടെ ഒരു ഫലം അനുഭവിച്ചറിഞ്ഞ ആളും കൂടെയാണ് ഞാൻ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി നാൾ പ്രാർത്ഥിച്ചതാണ്. ഒരു കുഞ്ഞിന് വേണ്ടി 2022 ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനം നൽകി. അവരുടെ പേര് ഡെബോറ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാനിത് പറഞ്ഞതാണ്. കുഞ്ഞ് ഓൾറെഡി 3 years ആയി ഇപ്പം. ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. Heavenly Father, we thank you, Lord, for this wonderful moment. I submit myself unto thy hand. Every word coming out of my mouth be for your glory. Jesus, we submit each and every person unto thy glorious heavenly presence, Abba. In Jesus' name we ask, Amen. നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് വചനത്തിൽ നിന്ന് നമുക്ക് അറിയുവാനും, ഇവിടെ എന്നെക്കാളും അറിവുള്ളവരും വചനത്തിൻ്റെ പ്രാപ്തിയുള്ളവരും ഇരിക്കുന്നുണ്ട്. പ്രായത്തിലും എക്സ്പീരിയൻസിലും എല്ലാം. ഞാൻ അവരുടെ മുമ്പിൽ ഹമ്പിളായിട്ട് ദൈവം തന്ന കുറച്ച് വചനത്തിനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞാൻ ആൻറ്റിക്കൊരു പോസ്റ്ററും അയച്ചു കൊടുത്തായിരുന്നു. ഫങ്ഷണൽ ഫാമിലി എന്നുള്ള ഒരു മെസ്സേജിൻ്റെ ടൈറ്റിലായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിൻ്റെ മീറ്റിങ്ങിനകത്ത് മിക്കവാറും കയറുമ്പോൾ ആദ്യത്തെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഓർത്തും ചിന്തിച്ചും പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ തലമുറയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. ഓരോ വിഷയങ്ങൾ, നമ്മൾ ഈ തലമുറയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഈ തലമുറകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുടുംബമായിട്ട് ഒരു കണക്റ്റഡ് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മക്കള്. പിന്നെ സ്ത്രീകൾ കൂടി വരുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള മക്കൾക്ക് വേണ്ടിയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് കുടുംബം എന്നുള്ള ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനകത്തിൽ ഒരു കൾച്ചറുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അമ്മമാരാ കൂടുതൽ പറയുന്നത്, ഞങ്ങള് മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. മരിക്കേണ്ട, ജീവിച്ചാൽ മതി മക്കൾക്ക് വേണ്ടി. അതൊരു റിക്വസ്റ്റ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത് എന്നുള്ള. നമ്മൾക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഉപരി അത് കുട്ടിയായി മാറും മിക്കവാറും. പക്ഷേ ദൈവ അടിസ്ഥാന പ്രകാരവും ഒരു ഫാമിലി സെറ്റപ്പ് പ്രകാരവും ഭാര്യയും ഭർത്താവും കൂടെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കണം. അതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു പ്രയോറിറ്റി ക്ലോസ്നെസ് ഭാര്യയും ഭർത്താവുമാണ് ആദ്യമേ. സെക്കൻഡാണ് കുഞ്ഞ്. ഒരു ഭാര്യ ഭർത്താവിനേക്കാളും ഉള്ള വാല്യൂ അല്ല കുഞ്ഞിന് കൊടുക്കേണ്ടത്. അതിൻ്റെതായ വാല്യൂ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ പകർന്നോളും. നമ്മളായി അതിനൊരു ക്രമം വരുത്തേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് നാച്ചുറൽ ഒരു ബയോളജിക്കൽ ഓർഡർ തന്നിട്ടുണ്ട്. അതെല്ലാം ഫങ്ഷൻ ആയി പോയിക്കോളും. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു കുടുംബത്തിലോട്ട് നിങ്ങളുടെ ചിന്ത ഒന്ന് തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രായക്കാര്, അല്ലെങ്കിൽ എന്നിൽ കുറവുള്ള പ്രായക്കാര്, നമ്മൾ ഈ കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമോ ന്യൂ ജനറേഷൻ ട്രെൻഡ്, ഇപ്പം പുതിയ കാര്യങ്ങളൊക്കെ പറയുവാണെന്ന്. അത് ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ട് ഞാൻ പഴയ ജനറേഷൻ്റെ ഒരു ഫാമിലിയെയാണ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. വചനത്തിനെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ജനറേഷനും അല്ല, നമ്മുടെ പേരൻസിൻ്റെ ജനറേഷനും അല്ല, അതിവർഷങ്ങൾ പഴയുള്ള ഒരു ജനറേഷനെ കുറിച്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി ജെനസിസ് 29 മലയാളത്തിൽ വായിക്കണമെന്നില്ല, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുവാണ്. മലയാളത്തിൽ വായിക്കണമെന്ന് ഇടയ്ക്ക് തോന്നിയാൽ ഞാൻ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ജെനസിസ് 29 verse 16. Now Laban and had 2 daughters. The name of the elder was Leah and the name of the younger was Rachel. ഈ ഒരു കുടുംബത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം,
അനാദികാലം മുമ്പ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യനും ജാതികളും, മനുഷ്യൻ ദൈവത്തിനെ മറന്നു കഴിഞ്ഞിട്ടും ജാതികൾ ഈ ലോകം മുഴുവനും ചിതറി കിടക്കുക. ആ ചിതറി പാർത്ത സമയത്തിൽ ദൈവം ഒരാളെ അതിനകത്തുനിന്ന് വേർതിരിച്ചു, അബ്രഹാമിനെ വേർതിരിച്ച് അബ്രഹാമിന്റെ വംശാവലികൾ എല്ലാവരും ഉണ്ടായിട്ടും അവരും ഈ സമൂഹത്തിന്റെ ഇടയ്ക്ക്, ഈ ജാതികളുടെ ഇടയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ജാതികളിലുള്ള ചില ആചാരങ്ങളും ചില പ്രവൃത്തികളും ചില ചിന്തകളും ഇവരിൽ ഉണ്ടായിരുന്നു. ഇവർ ദൈവത്തെ അറിയായിരുന്നു, ജൈവത്തിനെ അറിയാമായിരുന്നു. എന്നാലും ഇവരുടെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഇവർക്ക് ചില ആചാരങ്ങളും ചില ചിന്തകളും ചില ചിന്താവിഷ് കാര്യങ്ങളും എല്ലാം ഇവരുടെ ജീവിതത്തിൽ ഈ ജാതികളിൽ നിന്നും അവരുടെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടി ഈ ചാപ്റ്റർ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ഞാൻ അതിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഈ ചാപ്റ്റേഴ്സ്, ഓരോ വേഴ്സസ് ഞാൻ ഏതൊക്കെ ആചാരങ്ങളായിരുന്നു അത് അവര് ഫോളോ ചെയ്തെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ലാബാന്റെ 2 പെൺമക്കൾ ഉണ്ടെന്നാണ് ഇതിനകത്തിൽ എഴുതിയിരിക്കുന്നത്. 17 വേഴ്സിനകത്ത് ലെയാസ് ഐസ് വർ ഡെലിക്കേറ്റ് ബട്ട് റേച്ചൽ വാസ് ബ്യൂട്ടിഫുൾ ഓഫ് ഫോം ആൻഡ് അപ്പിയറൻസ്. ലെയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കണ്ണിനൊരു വീക്ക്നെസ് ഉണ്ടെന്നും, പിന്നെ റേച്ചൽ എന്ന് പറയുന്ന പെൺകുട്ടി നല്ല സൗന്ദര്യവതിയാണെന്നും എഴുതിയിട്ടുണ്ട്. ഇത് ദൈവം പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവല്ല പറഞ്ഞ ലെയ സൗന്ദര്യം ഇല്ലാത്തതും എന്നാൽ റേച്ചൽ സൗന്ദര്യമുള്ളതെന്നും. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് അന്നത്തെ കൾച്ചർ എന്തുവാ പറയുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. അവർ ചിന്തിച്ചു, 2 കുഞ്ഞുങ്ങൾ ജനിച്ചു, അന്നേരം അവരുടെ കൾച്ചർ അനുസരിച്ച് അവർക്കൊരു സൗന്ദര്യത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു, സെറ്റപ്പ് ഉണ്ടായിരുന്നു, ഒരു ബോക്സ് ഉണ്ട്. അതിനകത്തിൽ അവർ ഫില്ല് ചെയ്യും. ഓക്കെ, ഇതിന് സൗന്ദര്യം കുറവും ഇതിന് സൗന്ദര്യം കൂടുതലും. അത് നമ്മൾ ഇന്നും ചെയ്യുന്നുണ്ട്. നമ്മളും ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന ജാതികളുടെ ഇടയിലാണ്, ഈ സമൂഹങ്ങളുടെ ഇടയിലാണ്. അവരുടെ ചിന്തകളും അവരുടെ വിചാരങ്ങളും എല്ലാം നമ്മളിലും ഉണ്ട്. നമ്മൾ ഈ ലോകത്തിനെയാണ് കണ്ടത്. അന്നേരം നമ്മൾ ആ ഈ ലോകത്തിൽ വളരുമ്പോൾ നമ്മളിലുണ്ട്. അന്നേരം നമുക്കും സൗന്ദര്യത്തിന്റെ ചില ഡിമാർക്കേഷൻ ഉണ്ട്. ഞാൻ വെളിരാജ്യത്തൊക്കെ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ ഒത്തിരി ന്യൂസിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം അവിടുത്തെ വെളുത്ത കൊക്കേഷ്യൻ ആണുങ്ങൾക്ക് ഡാർക്ക് സ്കിൻഡ് പെണ്ണുങ്ങളെയാണ് ഇഷ്ടം. അവരിപ്പം ഒത്തിരി ഇന്റർ റേഷ്യൽ മാരേജസ് നടക്കുന്നുണ്ട്. ഡാർക്ക് സ്കിൻഡ് ആൾക്കാർ കല്യാണം കഴിക്കുന്ന ലൈറ്റ് സ്കിൻഡ് ആൾക്കാർ കല്യാണം കഴിക്കുന്ന ഡാർക്ക് സ്കിൻഡ് ആൾക്കാരെ. അതുപോലെ ഏത് രാജ്യത്ത് എന്തോ ഇല്ലയോ അതിനെക്കുറിച്ച് ഭയങ്കര ആവശ്യമായിരിക്കും നമുക്ക്. അതുപോലെ ഇന്ത്യയിൽ നമ്മൾ ഇപ്പം ഡാർക്ക് ടോണിലോട്ട് വരുമ്പോൾ നമുക്ക് വെളുത്ത കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഒരു വലിയ സംഭവമാണ്, വെളുപ്പിക്കാൻ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ജെൻഡർ നമുക്കൊരു വലിയ സംഭവമാണ്. അന്നേരം ഈ ലോകപരമായ ചില രീതികൾ നമ്മളിലും ഉണ്ട്, അത് മാറിപ്പോയിട്ടില്ല. ആ കാര്യത്തിൽ നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ തോന്നും. ലേക്ക് കുടുംബത്തിൽ നിന്നൊരു ലേബിള് കിട്ടി, അവർ സൗന്ദര്യമില്ലാത്തവളാണെന്ന്. ഈ ലേബിള് നമ്മൾ ചില സമയങ്ങളിൽ പിള്ളേരിൽ ഫിക്സ് ചെയ്യാൻ നോക്കും. നമ്മുടെ സമൂഹത്തിന്റെ സൗന്ദര്യം അനുസരിച്ചുണ്ടോ, സമൂഹത്തിന്റെ ബുദ്ധി അനുസരിച്ച് പിള്ളേർക്കുണ്ടോ, ഇങ്ങനെയുള്ള ഓരോ ലേബിള് നമ്മൾ പിള്ളേർക്ക് കൊടുക്കും. ആ ലേബിള് വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, സ്വന്തം മാതാവും പിതാവും പറയുന്നതാണ് അവരുടെ മനസ്സിന് ഒരു മുറിവായിട്ട് എന്നേക്കും കിടക്കുന്നത്. ഈ മുറിവ് ശരിയാകാനും ഹീലാകാനും ഈ പിള്ളേർ എന്നും നടക്കും. നമ്മൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് 0 to 6 years ഉള്ള ആണാണേലും പെണ്ണാണേലും അവരുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് മാതാവാ അവരുടെ ജീവിതത്തിൽ. 6 to 14 years പിതാവാണ്. ഈ 2 years എന്നാൽ ഒന്നിച്ചുള്ള ഇൻഫ്ലുവൻസും ഉണ്ട്. ഈ 2 പേരും കുഞ്ഞിന്റെ വ്യക്തിത്വത്തിന്, കുഞ്ഞിന്റെ ഒരാൾ ജനിച്ച അവര് ഒന്നും ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ബുദ്ധി, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കാര്യത്തിന് നമ്മൾ കമന്റോ ലേബിളോ ചെയ്യരുത്. അത് ദൈവിക പ്രകാരവും
അത് ശരിയല്ല. എന്നാൽ മാനുഷിക പ്രകാരം മനുഷ്യന്റെ ഒരു വളർച്ചയ്ക്കും അത് ശരിയല്ല. ഇതൊരു മുറിവായിട്ട് എന്നേക്കും അത് കിടക്കും. ഈ ലയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ മുറിവ്, അവിടെ വീട്ടിൽ നിന്ന് അവൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. ആ മുറിവ്, ആ സ്നേഹം തേടി അവൾ ജീവിതം മുഴുവനും പോകുന്നത് കാണാം നമുക്ക് ഇനിയിപ്പം. എന്നാൽ നമ്മൾ സൗന്ദര്യം വെച്ച് പറയുന്ന ചില ആൾക്കാരുണ്ടല്ലോ, റേച്ചൽ, അവളും പുറമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിനെ കുറിച്ച് അവൾക്ക് അതിൽ കൂടെ കിട്ടാൻ തുടങ്ങിയായിരുന്നു. അത് വെച്ചും അവൾ അനുഭവിക്കുന്നത് നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റും. സെക്കൻഡ് 18th വേഴ്സ് വായിക്കുമ്പോൾ, നൗ ജേക്കബ് ലവ്ഡ് റേച്ചൽ, സോ ഹീ സെഡ്, ഐ വിൽ സെർവ് യു 7 years ഫോർ റേച്ചൽ യുവർ യങ്ങർ ഡോട്ടർ. ഇതിനകത്തിൽ ഒരു നല്ലൊരു സ്വീറ്റ് ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. ജേക്കബ് അങ്കിൾ ഓടി ഓടി എല്ലാം തളർന്നു വന്നപ്പോൾ, വെല്ലിൻ്റെ അടുക്ക വന്നപ്പോൾ റേച്ചലിനെ കണ്ടു. ആദ്യത്തെ സൈറ്റിൽ തന്നെ ലവ് ആയിപ്പോയി. വലിയൊരു റൊമാൻറ്റിക് സ്റ്റോറി ആയിപ്പോയി. അന്നേരം തന്നെ സ്നേഹം. ഈ ആളിനെ എനിക്ക് കല്യാണം കഴിക്കണം. റേച്ചലിൻ്റെ ഫാദറിനോട് ചെന്നിട്ട് ജേക്കബ് പറയുന്നു, ഞാൻ ഈ പെൺകുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കണം. ഞാൻ ഇതിനു പകരം ഒരു 7 years നിനക്ക് വേല ചെയ്യാൻ റെഡിയാണെന്ന്. ആദിമകാലത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പീരീഡിൽ ഇതൊരു ആ ഭാഗത്തെ, ആ സമൂഹത്തെ ഒരു നാട്ടുനടപ്പായിരുന്നു. മൊഹർ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന പോലെ ആ ഭാഗത്ത്, ആ രാജ്യത്ത്, ഈ ലോകത്തിന്റെ ആ ഭാഗത്ത് മോഹർ എന്ന് പറയുന്നത് ആണ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് അനുസരിച്ച് ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അത് കൊടുക്കണം. അവർക്ക് ഈ സമ്പത്തും സ്വത്തും അല്ലെ ഒന്നും ഇല്ലെങ്കിൽ, ജേക്കബിന് ഇപ്പൊ അതില്ല, അവൻ പിതാവിന്റെ വീട് നിന്ന് ഓടി വന്നതാ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് വാല്യുബിൾ ആണ്, സ്വയത്തിനെ അവിടെ സമർപ്പിക്കണം അവരുടെ പണിക്ക് വേണ്ടി, ലേബറിന് വേണ്ടി. അങ്ങനെ 7 പറയുന്നത് ബൈബിളിനകത്തിൽ എപ്പോഴും ഒരു പൂർണ്ണതയെ കാണിക്കുന്നു. 7 വർഷം അവൻ തന്നെ പറയുന്നതാണ്, ഞാൻ സ്വയ ഇഷ്ടപ്രകാരം 7 വർഷം നിനക്ക് പണി ചെയ്യും. ആ പണിയിൽ എനിക്ക് വേജസ് ആയിട്ട് നീ തരേണ്ടത് നിന്റെ ഇളയ കുട്ടിയാണെന്ന്. ലാബാൻ അംഗീകരിക്കും. അവർ 7 വർഷം ജീവിക്കും. അങ്ങനെ അവിടെ പണി ചെയ്തു. 7ാമത്തെ വർഷം കല്യാണത്തിന്റെ ആ ദിവസം ലാബാൻ എല്ലാവർക്കും വീഞ്ഞൊക്കെ കൊടുത്ത്, നല്ല മന്ത് പിടിച്ചിരിക്കുന്ന ജേക്കബ് മന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ലൈറ്റും വെട്ടോ ഒന്നുമില്ല, ടെന്റിനകത്തില് ലാബാൻ പറയുന്നു ലേയോട് പോകാൻ. ലേയ അപ്പന്റെ കേട്ട് അനുസരിച്ച് അവൾ കയറി ചെല്ലുന്നു. അന്ന് ആ രാത്രിയിൽ അവർ കല്യാണത്തിനൊരു പൂർണ്ണത കൊടുക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ജേക്കബ് നോക്കുമ്പോൾ, അയ്യോ എന്നോട് ഇത് നീ ചെയ്തോന്നോ, എന്നെ ചതിച്ചോ എന്നുള്ള ഒരു ചോദ്യം ഫാദറിനോട്. ഞാൻ ഇന്ന് വരെയും വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ശരിയാ, ഒരു വലിയ കളിപ്പീരാ പറ്റിയത്, അല്ലെങ്കിൽ ഇവൻ ചെയ്ത കളിപ്പീരിന് ഒരു കളിപ്പീരാ പറ്റിയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ലേയുടെ കണ്ണ് വെച്ചൊന്ന് നോക്കിക്കേ, നമ്മൾ ലേയുടെ ചിന്ത വെച്ചൊന്ന് നോക്കിക്കേ. അന്ന് രാത്രി ലേ ആ ടെന്റിൽ പോകുമ്പോൾ അവിടെ മനസ്സിൽ എന്തുവാണ്, അവൾ ചിന്തിക്കുന്ന എന്തുവാണ്? എൻ്റെ ഫാദർ, എൻ്റെ ഫാദറിന് ഇനി എന്നോട് ഒരു പ്രതീക്ഷയില്ല, എന്നെ ഒരു പയ്യനും കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അറ്റു. അതുകൊണ്ട് ഫാദർ വിചാരിക്കുന്നത് എന്നെ ഒരു ചതിവിൽ കൂടെ ഈ ആളിനെ പിടിച്ചേൽപ്പിക്കാനേ പറ്റത്തുള്ളൂ. ആ ഫാദറിന്റെ ഇവക്കൊരു വലിയ മുറിവ് കിട്ടുന്നുണ്ട്. പിന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, രാവിലെ ഞാൻ ഈ ആടെ മുഖം നോക്കുമ്പോൾ എന്തുമായിരിക്കും? ആ ആളെന്റെ മുഖം കാണുമ്പോൾ എന്തുമായിരിക്കും? ഇവള് സുന്ദര അല്ലെന്നുള്ളത് ഓൾറെഡി ഇവളുടെ മനസ്സിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ലോകം, സമൂഹം, കുടുംബം. 7 വർഷം ഇളയ സിസ്റ്റർ ആ പുരുഷനെ സ്നേഹിച്ച് നടക്കുന്നതും കണ്ടതാ. ആ പെൺകുട്ടിയുടെ മനസ്സിൽ കൂടെയുള്ള തീ എന്തുമായിരിക്കും? എന്നിട്ടും അവൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല. പണ്ട് കാലത്ത് സ്ത്രീകള് ഒന്നീ ഭർത്താവ്, അല്ലെങ്കിൽ അപ്പൻ, ഭർത്താവ്, പിന്നെ മകൻ, ഈ പേരിലാണ് സ്ത്രീകൾ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്ക് വിലയില്ല. അവർക്ക് ലോകം, അത് ആരാ? ദൈവം വിളിച്ച് വേർതിരിച്ചവരുടെ അല്ല, ഈ ജാതികളുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു പ്രചാരം ഉണ്ടായിരുന്നു. അവരെ പിന്നെ പുറംപോക്കുകളായിട്ട് എടുത്തു കളയുകയും അവരുടെ കൂടെ ദുർവ്യവഹാരം ലോക മനുഷ്യരെല്ലാവരും ചെയ്യുകയും ചെയ്യുമായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇസ്രായേൽ മക്കളെ സ്വന്തം ജനമായിട്ട് മാറ്റുമ്പോൾ ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, നിങ്ങളുടെ ഒരു കടമയാണെന്നുള്ളത്.
അതൊരു ഇത് കൊടുക്കുന്നുണ്ട്. അന്നേരം നമ്മൾ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഈ പാപ ശരീരം കൊണ്ട് ഈ ലോകത്തിൽ പാപമേ മനുഷ്യൻ ചെയ്യത്തുള്ളൂ. ഒരാളും ഇല്ല നന്മ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ദുർവ്യവഹാരവും ദുർബുദ്ധിയും കൊണ്ട് ജീവിച്ചാലും ദൈവം അതിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ ഒരു റിഡംപ്റ്റീവ് ഹാൻഡ്, ഒരു രക്ഷയുടെ കരം അന്ന് നീട്ടി അവരെ നീക്കി മാറ്റിയും ക്ഷമിച്ചും സഹിച്ചും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ആ കൾച്ചറിനെ എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ മായ്ച്ചു കളയത്തില്ല. അതിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറി വരണം, എങ്ങനെ ദൈവത്തെ കാണണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ചിന്ത. അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ മുഖത്തോട്ട് ഇവരെന്നെ എന്ന് നോക്കും, എന്നെ എന്ന് സ്നേഹിക്കും എന്നാണ് ദൈവത്തിന്റെ ചിന്ത. അന്നേരം ഇവരുടെ ആ മനസ്സ് അന്ന് രാത്രിയിൽ ഇത് നടന്നു. രാവിലെ എഴുന്നേറ്റ് ഇത് പറഞ്ഞു. അന്നേരം ലാബാൻ ഭയങ്കര കളിപ്പീരുകാരൻ ആളെന്തോ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നാട്ടു നടപ്പാ. അവര് നാട്ടു നടപ്പ് ചെയ്തതാ. ഞങ്ങൾ ഇളയതിനെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല, ഞങ്ങൾ മൂത്തതിനെ ആദ്യകള്. അത് ശരിയല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ആഴ്ചത്തെ ഈ ബ്രൈഡൽ വീക്ക് നീ ഒന്ന് പൂർത്തീകരിക്ക്, നിനക്ക് ഇളയതിനെ ഞാൻ തരാമെന്ന്. ബ്രൈഡൽ വീക്ക് കഴിഞ്ഞു, ഇളയതിനെ കല്യാണം കഴിച്ചു കൊടുക്കും. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് ലാബാൻ പറയും, അതിന് പകരം നീ എനിക്ക് ഒരു 7 വർഷം കൂടെ പണി ചെയ്താൽ മതിയെന്ന്. ഇനിയും ഞാൻ മുമ്പേ പറഞ്ഞേ, ദൈവം നമ്മുടെ ബുദ്ധിഹീനതയും പാപത്തിലും നമ്മൾ എന്ത് കുരുട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നൊരു രക്ഷയുടെ കരം, ഒരു സ്നേഹത്തിന്റെ തരം ദൈവത്തിന്റെ കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 7 വർഷം പൂർണ്ണത ഒരു ബ്രൈഡിനെ കിട്ടേണ്ട ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ്. ഒരു കുഞ്ഞ് അന്ന് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ, ഇന്ന് ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമ്മളൊരു വാല്യൂ ഇടത്തില്ലേ? ഇവനെ മോനെ പഠിപ്പിച്ച് എഞ്ചിനീയറോ PhD പൈലറ്റോ ആക്കുമ്പോൾ അതിൻ്റെ തരമായ ഒരു സ്ത്രീധനമൊക്കെ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചുള്ള ഒരു പോക്കുണ്ടല്ലോ. അതുപോലെ തന്നെ അന്ന് പെണ്ണുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം അനുസരിച്ച് അവരുടെ ഒരു സ്ത്രീധനം ഫിക്സ് ചെയ്യുമായിരുന്നു. ഇത് നല്ലൊരു പെൺകുട്ടി, ഇതിന് നല്ലൊരു വാല്യൂ കിട്ടുമെന്നായിരുന്നു. ലബാൻ ഒരു ബിസിനസ് മനുഷ്യനായിരുന്നു. അങ്ങനെ തന്നെയാ ചിന്തിച്ചേ. അങ്ങനെ ചിന്തിച്ചപ്പോൾ അതിന് ദൈവം ഫലം എന്തോ കൊടുത്തേ? ജേക്കബ് സ്വയം ഇഷ്ടപ്രകാരം പറഞ്ഞ 7 വർഷത്തെ ആ ലേബർ ആരുടെ പേരിലെത്തി? ലേയുടെ പേരിലെത്തി. ഇനിയും അടിമപ്പണിക്ക് ലാബാൻ പറയുന്ന നീ ഇനി 7 വർഷം എനിക്ക് വേണ്ടി പണിതെടുക്കണമെന്ന് പറഞ്ഞത് അത് റേച്ചലിന്റെ പേരിലും പോയി. സ്വയം ഇഷ്ടപ്രകാരം കൊടുത്തത് ലേയുടെ പേരിലും, ഇനി അടിമപ്പണിയായിട്ട് ലാബാൻ പറഞ്ഞ് ജയിപ്പിക്കുന്നത് റേച്ചലിന്റെ പേരിലും. എന്നാലും ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആണ് ഈ 7 വർഷത്തെ പഠിത്തം. രണ്ടുപേർക്കും ഈക്വൽ തന്നെയാണ്. ദൈവത്തിന്റെ കണ്ണിന് മുമ്പാകെ ആരും ദൈവത്തിന്റെ സൃഷ്ടി അവരുടെ മൂക്കിന്റെ നീളമോ കണ്ണിന്റെ വലിപ്പമോ വെച്ച് ദൈവം വ്യത്യസ്തം നോക്കത്തില്ല. അത് മനുഷ്യന്റെ ബുദ്ധി ഇല്ലായ്മയിൽ ചെയ്യുന്നതാണ്. നമ്മൾ പാപത്തിൽ നമ്മുടെ ശരീരം വീണ് കിടക്കുന്നോണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. നമ്മളത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു വേറുകൃത്യം ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനത്തെ മുറിവുകൾ പെൺപിള്ളാർക്ക് അമ്മമാരിൽ നിന്നും അപ്പന്മാരിൽ നിന്നും കിട്ടിക്കഴിയുമ്പോൾ എന്തുവാ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, പെൺപിള്ളാർ ലോകത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങും ആ സ്നേഹത്തിന് വേണ്ടി. ഇവർ ഈ മുറിവുകൾ വെച്ചുകൊണ്ട് പെണ്ണുങ്ങളിൽ നിന്നാണ് അപ്പനിൽ നിന്ന് കിട്ടുന്ന മുറിവ്, അവരൊരു ആണിന്റെ കയ്യിൽ നിന്ന് ഈ മുറിവിനൊരു സൊല്യൂഷൻ തപ്പത്തുള്ളൂ. അന്നേരം വെളിയിൽ ചെന്ന് അവരൊരു ആണിന്റെ കയ്യിൽ നിന്ന് ഒരു സൊല്യൂഷൻ തപ്പാൻ തുടങ്ങും. ആരേലും വെളിയിൽ ഇറങ്ങുമ്പോൾ പറയുമ്പോൾ നിന്റെ കണ്ണ് നല്ല, മുഖം നല്ല എന്ന് പറയുമ്പോഴത്തേന് തെന്നിപ്പോകും. ബലഹീന പാത്രമായിട്ടല്ല, നമ്മൾ അവരെ മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻ തേടുവാണ് അവരുടെ മനസ്സ് കിടന്ന്. അതുപോലെ തന്നെയാണ് ആണുങ്ങളാണെന്ന് പറഞ്ഞാൽ. ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ഫാമിലിയിൽ ദൈവത്തെ അറിയുന്നവർ തന്നെ, ബൈബിളിനകത്തു നിന്ന് തന്നെ നമുക്ക് ആഴമായുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. നമ്മുടെ ചെറിയ ജീവിതത്തിന് വേണ്ടി, ഇങ്ങനെ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. ഇനി മുന്നോട്ട് പോകുമ്പോൾ ലാബാൻ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. ഇനി കല്യാണം കഴിച്ചു കഴിയുമ്പോൾ വേറെ ഒരു നാട്ടു നടപ്പുണ്ട്. വേറെ നാട്ടു നടപ്പ് എന്തുവാ? കുട്ടികൾ ഉണ്ടാകണമെന്നുള്ള. അന്നത്തെ കാലത്ത് ഭയങ്കര വാശിയിൽ അങ്ങ് കുട്ടികൾ ഉണ്ടാക്കുക. കുട്ടികൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ ഭയങ്കര ഷെയിംലെസ് ആയിട്ടും ഭയങ്കര നീചയായിട്ടുമായിരുന്നു, അന്നത്തെ ഓണറബിൾ അല്ലാത്ത ഒരു സ്ത്രീയായിട്ടാണ് അന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിനകത്ത് ദൈവത്തിനെ അറിയാവുന്ന സമൂഹത്തിനകത്തു നിന്നും അങ്ങനത്തെ ഒത്തിരി അറ്റാക്സ് വരും.
നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൾച്ചറിൽ നിന്നും വിട്ടുമാറാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. നമുക്ക് ആ ഒരു സ്ത്രീക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ ആദ്യം കല്യാണം കഴിച്ചു, പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി. ഇതെല്ലാം ദൈവത്തിന്റെ നന്മയാണ്, ദൈവം തരുന്നതാണ്. പക്ഷെ ഇതിനെ നമ്മൾ എന്ന് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങുമോ അത് നമ്മുടെ തിന്മയ്ക്കായി മാറിത്തരും. ദൈവത്തിന്റെ പ്ലാനും പർപ്പസത്തിൽ നിന്ന് മാറി നമ്മുടെ പ്ലാനും പർപ്പസും ഫുൾഫിൽ ചെയ്യുന്ന കാര്യത്തിലോട്ട് മാറുവാണെങ്കിൽ, നമ്മുടെ ചിന്തയിലോട്ട് മാറുവാണെങ്കിൽ, ദാവീദിനെ കുറിച്ച് പറയുന്നത് ദൈവം അകം നോക്കുന്നത്, പുറമല്ല. നമ്മൾ വെളിയിൽ പറയുന്നതോ വെളിയിൽ പ്രാർത്ഥിക്കുന്നതല്ല നോക്കുന്നത്, നമ്മുടെ അകം കൂടെ നോക്കുന്നുണ്ട്. അന്നേരം ഇപ്പം ആ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അന്നേരം ഈ സമൂഹം ഈ ദുരുകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞാൽ, അന്ന് കുഞ്ഞുങ്ങൾ ഒരു ഭാര്യയുമായിട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്ത ഭാര്യയെ കൊടുക്കും, അടുത്ത ഭാര്യ എടുത്തു. അല്ലെങ്കിൽ അടുത്ത ഭാര്യ ഇല്ലെങ്കിൽ വെപ്പാട്ടിമാരെ കൊടുക്കും, സ്ലേവ്സിനെ കൊണ്ടുവരും, എന്തും ചെയ്തു കൊച്ചുങ്ങളെ ഉണ്ടാക്കിയാൽ മതി. അതാണ് പ്രസ്റ്റീജ്. അത് കഴിഞ്ഞ് ഇനി പെൺകുഞ്ഞുങ്ങളാ ഉണ്ടാകുന്നെങ്കിൽ ആൺകുഞ്ഞിന് വേണ്ടി നിങ്ങൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാം, മൂന്നാമത് കല്യാണം കഴിക്കാം, വെപ്പാട്ടികളെ എടുക്കാം, കൊൻക്യുബിൻസിനെ എടുക്കാം. ആ കൾച്ചർ അവിടെ ഇങ്ങനെ പെരുകി പെരുകി വരുമായിരുന്നു. അത് തന്നെ ഈ കുടുംബം അവരുടെ സ്വയബുദ്ധിയിൽ ചെയ്യാൻ തുടങ്ങി. സ്വയബുദ്ധിയിലും ആ ബ്രോക്കൺനെസ്സിലും അവരുടെ തകർച്ചയിലും, ബുദ്ധിയിൽ തന്നെയല്ല അവരുടെ തകർച്ചയിലായി ഈ കുടുംബം അത് ചെയ്യുന്നത്. ഒരു ബുദ്ധി ഇവരുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാറാവും അബ്രഹാമും കൂടെ ദൈവത്തിനെ സഹായിക്കാൻ പോയ ആ സഹായം ഇന്ന് വരെ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഈ മുഴു ലോകം അനുഭവിച്ചു വരുവാണ്. ദൈവത്തിനെ സഹായിക്കാൻ ഇറങ്ങിയതാ. അതുപോലെ നമ്മൾ ഈ 12 കൊച്ചുങ്ങളെ ഉണ്ടാക്കി ദൈവത്തിനെ സഹായിക്കുന്ന പരിപാടി അവർ ചെയ്തത്. പക്ഷെ ഈ കുടുംബം ചെയ്തത് എന്തുമായിരുന്നു? തകർച്ചയിലാണ് ഇത് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ദൈവം അറിഞ്ഞു, ദൈവം കണ്ടു, ഇവൻ ഈ ആള് സ്നേഹിക്കുന്നില്ലെന്ന്, ജേക്കബ് സ്നേഹിക്കുന്നില്ലെന്ന്. അന്നേരം ലേക്ക് വേണ്ടി ദൈവം അവർക്ക് ആദ്യത്തെ കുഞ്ഞിനെ കൊടുക്കുന്നു. ആദ്യത്തെ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ നമ്മൾ വായിച്ചു നോക്കിയാ, സോ ലേയ കൺസീവ്ഡ് ആൻഡ് ബോർ എ സൺ ആൻഡ് ഷീ കോൾഡ് ഹിസ് നെയിം റൂബേൻ. സോ ഷീ സെഡ്, ദ ലോർഡ് ഹാസ് ഷോർലി ലുക്ക്ഡ് ഓൺ മൈ അഫ്ലിക്ഷൻ, നൗ ദെയർഫോർ മൈ ഹസ്ബൻഡ് വിൽ ലവ് മീ. അവൾ എന്തു പറയുന്നത്? ദൈവം എൻ്റെ വേദനയെ കണ്ടു, ഇനിയും എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കും. നമ്മളും മിക്കവാറും ഇതല്ലേ ചെയ്യുന്നത്? ദൈവം എൻ്റെ വേദനയെ കണ്ടു, ഇനിയും നാട്ടുകാരെന്നെ കാണട്ടെ, എന്നെ ഒന്ന് കാണ്, എന്നെ ഒന്ന് സ്വീകരിക്ക്, എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യ്. ദൈവം കണ്ടു, കണ്ടോണ്ടിരുന്നു. ദൈവത്തിന്റെ പണിയല്ലേ കാണേണ്ടത്? കണ്ടോണ്ടിരുന്നു. ദൈവം കാണുന്നെന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടും നമ്മൾ പിന്നെ എവിടോട്ടാ സ്നേഹം തേടുന്നത്? നാട്ടുകാരുടെ നിന്ന്, വീട്ടുകാരുടെ നിന്ന്. നമുക്ക് സ്നേഹം എവിടെയാ? ഈ മുറിവ് കരിക്കാനാ നമ്മൾ ഈ നോക്കുന്നത്. ദൈവം സ്നേഹം കണ്ടു. കണ്ടു കഴിഞ്ഞാലും അവിടെ ചിന്ത എവിടാ? എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. പിന്നെ ദൈവം ഒരു സെക്കൻഡ് ചൈൽഡിനെ കൊടുക്കുന്നു. അന്നേരം എന്തോ പറയുന്നത്? ബിക്കോസ് ലോർഡ് ഹാസ് ഹേർഡ് ദാറ്റ് ഐ ആം അൺലവ്ഡ്. ദൈവം ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ലെന്ന് കേട്ടു, അതുകൊണ്ട് എനിക്കൊരു രണ്ടാമത്തെ കുഞ്ഞിനെ തന്നു. ആദ്യം എന്തു പറഞ്ഞു? എന്നെ കണ്ടു, പക്ഷെ എനിക്കെന്തുവാ കാണുന്നത്? ലോകം എന്നെ സ്നേഹിക്കാതിരിക്കുന്നതാണ് കാണുന്നത്. നമ്മളും അതുപോലല്ലേ? നമുക്കെല്ലാം ദൈവം കാണുന്നുണ്ട്, പക്ഷെ ലോകം എന്നെ അംഗീകരിക്കാത്തതും ലോകം എന്നെ സ്നേഹിക്കാത്തതുമാണ് ഞാൻ കാണുന്നത്. ഇനി ദൈവം കേൾക്കുന്നെന്നെ, പക്ഷേ ലോകം എന്നെ കേൾക്കാത്തതും ലോകം എന്നെ അംഗീകരിക്കാത്തതുമാണ് ഞാൻ കേൾക്കുന്നത്. ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമായിരിക്കും. ഇനി ദൈവം മൂന്നാമതൊരു കുഞ്ഞിനെ കൊടുക്കുന്നു. മൂന്നാമത് എന്തോ പറയുന്നു? നൗ ദിസ് ടൈം മൈ ഹസ്ബൻഡ് വിൽ കം അറ്റാച്ച് ടു മീ. ഇപ്പൊ അവിടുത്തെ ദൈവത്തിന്റെ ആ കഥയും പോയി. എന്നിട്ട് എന്തുവാ പറയുന്നത്? ഇനിയും എൻ്റെ ദൈവം എന്നോട് അറ്റാച്ച് ആകും, അടുത്ത് വരും, യോജിക്കും. നമുക്കറിയാം ദൈവം നമ്മുടെ അടുത്തുണ്ട്, അതുകൊണ്ടല്ലേ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നേ. ദൈവം നമ്മളോട് അടുത്തിരിക്കുക, നമ്മളോട് ഒട്ടിയിരിക്കുക. പക്ഷെ എനിക്ക് എവിടെ ഒട്ടണം? ലോകത്തിലോട്ട്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയതെല്ലാം വേണം. എനിക്ക് ദുഃഖം തന്നവരെല്ലാവരും എന്നോട് ക്ഷമിക്കണം, എന്നെ അവർ പുകഴ്ത്തണം, എന്നെക്കുറിച്ച് അവരെന്തു പറയുന്നു, എന്നെ അവരേത് കണ്ണു വെച്ചാണ് നോക്കുന്നത്, എന്നോട് എന്താ ആൾക്കാരെല്ലാം അടുക്കാത്തത്? അതിലാകും നമ്മുടെ ചിന്ത, നമ്മുടെ മിക്കവാറും. എനിക്കെന്താ അവർക്കുള്ള ഇല്ലാത്ത, ഇവർക്കുള്ള എൻ്റെ കൊച്ചിനെന്താ ഇത് അത്. അന്നേരം ദൈവം നമ്മളെ കേൾക്കുന്നു, കാണുന്നു, അടുക്കുന്നു എന്നുള്ള ബോധ്യമുണ്ട് നമുക്ക്. അത് ആ ബോധ്യത്താലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ഭയങ്കരമായിട്ട് 9 വർഷം ഞാൻ ഒപ്രസ്ഡ് ആയി എനിക്കൊരു കുഞ്ഞില്ലെങ്കിൽ
ഞാൻ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാരും പ്രാർത്ഥിച്ച്, കുടുംബക്കാരെല്ലാരും പ്രാർത്ഥിച്ച് ഞങ്ങളൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എൻ്റെ ആദ്യത്തെ ഫീലിംഗ് വരുന്നത്, അയ്യോ സമാധാനം, ഇനി ലോകം ഒരു മനസ്സിലായല്ലോ ഞാനൊരു നല്ല സ്ത്രീയാന്ന്, നേണ്ട എനിക്ക് കൊച്ചുണ്ടായേ എന്ന് പറയുന്ന പോലെ. നമ്മള് കണക്ഷൻ അങ്ങ് വിട്ടുപോകും. കിട്ടിയല്ലോ, ഇനി അടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു അജണ്ടയും പിന്നെ വരും. അത് വേറൊരു കാര്യം. എന്താ വെച്ചാൽ അടുത്ത പ്രഷർ വരുമല്ലോ എന്നുള്ള ഒരു ഇതില്. അന്നേരം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു 4 വർഷമെങ്കിലും 3 വർഷമെങ്കിലും ആയി കാണുമല്ലോ, 3 കുഞ്ഞുങ്ങളായി. പിന്നെയും അവക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. She conceived again and bore a son and said, "Now I will praise the Lord." Therefore she called his name Judah. ഈ സമയം ഇത്രയും 3 കുട്ടികൾ ഉണ്ടായിട്ടും അവക്ക് സ്നേഹം കിട്ടുന്നില്ല. അവക്ക് മനസ്സിലായി കാര്യം. നേരം ആ സമയത്ത് ജൂഡ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായപ്പോഴാണ് ലേ പറയുന്നത്, ദൈവത്തിനെ ഞാൻ ഇന്ന് സ്തുതിക്കുന്നെന്ന്. അതിൻ്റെ പുറമോട്ടും എന്താന്ന് പറഞ്ഞാൽ ദൈവം തന്നു അങ്ങനെ ഒന്നുമല്ല, ജസ്റ്റ് ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നെന്നവള് പറഞ്ഞു. എന്നിട്ട് അവിടെ അവൻ്റെ പേര് സ്തുതി എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ ജൂഡാന്ന് ഇട്ടു. ജൂഡയുടെ അർത്ഥം എന്ന് വെച്ചാൽ സ്തുതിയും വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൽ മാത്രം ഇട്ടു. അന്നത്തെ കാലത്ത് പേരിടുന്ന ഭയങ്കര അർത്ഥപരമായിട്ടായിരുന്നു. എങ്ങനെ? അവരുടെ സ്ഥിതിയുടെ അർത്ഥത്തിലാണ് അവർ പ്രസവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസവ സമയത്തുള്ള ഒരു സ്ഥിതിയുടെ അർത്ഥത്തിലാണ് അവർ പേരിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ മൂഡ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൻ്റെ അർത്ഥമാണ് ഇടുന്നത്. ആ മൈൻഡ് സെറ്റ് അവിടെ വന്നു. ഇനി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തുതി എന്നുള്ള ഒരു പേരിട്ടു. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇവർ അവരുടെ സ്ലേവ്സിനെ ഇട്ടുകൊടുക്കുന്നു, അതിൽ കൂടെ കൊച്ചുങ്ങൾ ഉണ്ടാകുന്നു, ഇതിൽ കൂടെ കൊച്ചുങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യത്തിൽ നമ്മുടെ മക്കൾക്കും ചില സമയത്ത് നമ്മൾ കൾച്ചറുമായിട്ട് അല്ലെങ്കിൽ ലോകമായിട്ട് അംഗീകരിക്കപ്പെടാന് നമ്മൾ നമ്മുടെ വാല്യൂവും നമ്മുടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒത്തിരി താഴോട്ട് പോകും. അതാണ് ഈ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒത്തിരി താന്ന് കിടന്ന ഈ കുടുംബം ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? അന്നേരം നമ്മളും ചില സമയങ്ങളിൽ ലോകം കാണാനും സമൂഹം കാണാനും നമ്മുടെ വാല്യൂ നമ്മുടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒത്തിരി താഴോട്ട് പോകും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മക്കൾ ഇത് നമ്മളെ കണ്ടുപഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു 3 ക്യാരക്ടറാണ്. ഒന്ന് ലെയ. ലെയ അവിടെ കുറവ്, അവളിലൊരു മുറിവ്, അവക്കൊരു കുറവുണ്ടെന്നുള്ള ആ സാഹചര്യത്തിൽ വളർന്നു വന്നു. അവിടെ ആ കുറവിനെ, അവിടെ ആ മുറിവിനെയും ഒരു സൊല്യൂഷന് വേണ്ടി തപ്പി നടക്കുക ജീവിതം മുഴുവനും. അവിടെ ആ പ്രയാസം അതിനാ. സെക്കൻഡ് റേച്ചൽ. റേച്ചൽ എന്തുവാ? അവിടെ ആ എക്സ്റ്റേണൽ അലങ്കാരം, ബ്യൂട്ടിയിൽ നിന്ന് കുഞ്ഞുനാൾ തൊട്ടേ അവൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടി. അവക്ക് എല്ലാം ഈസിലി അവിടെ എക്സ്റ്റേണൽ ബ്യൂട്ടി പ്രകാരം കിട്ടുന്നുണ്ട്. അതാണ് ഇന്നത്തെ കാലത്ത് രണ്ട് കൂട്ടത്തിൽ ഇന്നത്തെ കാലത്തെ പിള്ളേര്, ഞങ്ങളുടെ ഫാമിലി വെച്ച് തന്നെ ഞാൻ പറയാം, ഇന്നത്തെ കാലത്തെ ഫാമിലീസിൽ ഒന്നല്ലെങ്കിൽ 2 പിള്ളേരുണ്ട്. ഈ പിള്ളേർ ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾ എന്തോ ചെയ്യുന്നത്? ഈ സബ്രപഞ്ചത്തിലോട്ട് 2 പേരെ, ഒന്ന് ആണ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമുക്ക്. 2 പേരെ സബ്രപഞ്ചത്തിട്ട് എടുത്തു പറയാം, നിങ്ങൾ രാജാക്കൾ, ഞങ്ങൾ ദാസന്മാര്, നിങ്ങൾ പറയുക, ഞങ്ങൾ യജമാനന്മാര് അംഗീകരിക്കാം. അവർ പറയുന്നത് അവർക്ക് കൊടുക്കുക. അവർ ചൂണ്ടുന്ന സാധനം അന്നേരം തന്നെ. കണ്ണുനീര് വീഴരുത് എൻ്റെ മോടെ കണ്ണീന്ന്. അതാണ് പിതാക്കന്മാരുടെ. മോള് കരയരുത്, ഞാൻ അതിനു മുമ്പ് മോക്ക് കൊണ്ടുതരാം, ആഗ്രഹിക്കുന്നതിന് മുമ്പ് കൊണ്ടുതരുക. മോളാണ് വലുത്, ദൈവത്തിനേക്കാളും വലുത്. തോറ്റു കൊടുക്കുക എളുപ്പമെന്ന്. ഡെബോ ഇച്ചിരി ഒന്ന് കരയുമ്പോഴത്തേന് അച്ഛൻ എളുപ്പമെന്ന് ചാടി ചെല്ലുമ്പോൾ ഞാൻ പറയും, തോറ്റു കൊടുക്കരുത് മോടെ മുന്നില്. ഫാദറാണ്. ഇപ്പോഴത്തെ ജനറേഷന് വേറൊരു ഇതുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയും. പിള്ളേരും അമ്മയും അപ്പനും തമ്മിൽ ചില പിള്ളേരും പറയാറുണ്ട്, അതെന്താന്ന് വെച്ചാൽ അമ്മയപ്പൻ്റെ കേട്ടാ ഞങ്ങൾ ഫ്രണ്ട്സാ. ഇല്ല, പേരൻസ് ഒരിക്കലും മക്കളുടെ ഫ്രണ്ട്സ് അല്ല. പേരൻസാ, മാതാവും പിതാവുമാണ്. അവരുടെ ഒരു അതോറിറ്റി ഉണ്ട്, അവരുടെ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിൽ തന്നെ നിൽക്കണം, ആ അതോറിറ്റിയിൽ തന്നെ നിൽക്കണം.
അതിൽ നിന്നുകൊണ്ട് നമ്മൾ സ്നേഹിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടിക്കുകയും ഇടിക്കുകയും പൊട്ടിക്കുകയും ചതയ്ക്കുകയും ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. എന്താ നമ്മൾ ഇത്രയും അടിക്കുകയും ഇടിക്കുകയും പൊട്ടിക്കുകയും ചതയ്ക്കുകയും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജനറേഷനിൽ നമ്പക്ക് കിട്ടി. നമ്പക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ആ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിൽ കുറച്ച് നമ്മൾ ഇത്രയൊന്നും അടിക്കത്തില്ലെന്ന്. പിന്നെ നമ്പക്കുണ്ടായി കഴിയുമ്പോൾ ആ ദേഷ്യവും കലിപ്പും വരുമ്പോൾ നമ്മുടെ വേറെ ഒന്നും ടൂൾസ് ഒന്നും ഇല്ല, ഈ അടിയും പിടിയേ ഉള്ളൂ, നമ്പക്ക് കിട്ടിയ ഇതല്ലേ, അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് കുട്ടി കഴിയുമ്പോൾ അവർ പറയും അയ്യോ ഞങ്ങൾ ഇനിയും അടിക്കത്തും പിടിക്കത്തും ഇല്ലെന്ന് ആ ജനറേഷൻ പറയും. ഇങ്ങനെ വന്ന് വന്ന് ഇപ്പോഴത്തെ ലാസ്റ്റ് ജനറേഷൻ എന്ത് ചെയ്തു? അടിക്കാനും പോകുന്നില്ല പിടിക്കാനും പോകുന്നില്ല, നീ കരയുവാണെങ്കിൽ കര, ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളോട് ക്ഷമിക്കണേ, അടിയും പിടിയുന്നു അങ്ങ് മാറി. ഇനി അവരോട് ഒന്നും പറയുന്നില്ല, കരയിപ്പിക്കുകയോ ചെയ്യരുത്. അന്നേരം ഈ രണ്ട് എക്സ്ട്രീമും പ്രോബ്ലമാണ്. ഈ രണ്ട് എക്സ്ട്രീമും പ്രോബ്ലമാണ്. ഈ രണ്ട് എക്സ്ട്രീമും കൊണ്ടും ഒരു സൊല്യൂഷൻ വരാൻ പറ്റത്തില്ല. ഇതെന്താ രണ്ട് എക്സ്ട്രീമും പ്രോബ്ലം ആയി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വെളിയിലുള്ള സമൂഹത്തിനെ കുറിച്ച് നോക്കണ്ട. വെളിയിലുള്ള സമൂഹത്തിന്റെ പ്രോബ്ലംസും ദൈവത്തെ അറിഞ്ഞവരുടെ പ്രോബ്ലംസും എക്സാക്ട്ലി ഈക്വൽ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. അവരുടെ പിള്ളേരും നമ്മുടെ പിള്ളേരും ഒരു വ്യത്യാസവും ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ ആ പ്രോബ്ലംസ് എല്ലാം വരും. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ പ്രശ്നത്തിനെ എങ്ങനെ നേരിടുന്നെന്നും അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നതെന്നും അതിൽ നിങ്ങൾ എന്തുവാ പഠിക്കുന്നതെന്നും ഉള്ളതിലേലും ഒരു ഡിഫറൻസ് വേണം ദൈവമക്കൾക്ക്. നമ്മൾ ആ പ്രശ്നത്തിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത്. അന്നേരം അത് നേരിടാൻ വേണ്ടി നമ്മൾ ഈ ബ്രോക്കൺനെസ് ഫാമിലിക്കകത്തിൽ നമുക്ക് പറ്റില്ല. നമ്മൾ അതിനെ ക്രമപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഈ ആദ്യത്തെ മോന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ആദ്യത്തെ മോന് കൃഷിയുടെ വെട്ടിന്റെ സമയത്ത്, ആ വീറ്റിന്റെ കൊയ്യുന്ന സമയത്ത് അവൻ്റെ ഒരു മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു ഹെർബ് കിട്ടും. അത് അന്നത്തെ കാലത്ത് അറിവ് ഉള്ളതെന്തുമായിരുന്നു, അത് ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകും, ഫെർട്ടിലിറ്റി കൂട്ടുമെന്നുള്ള ഒരു ഹെർബ. ഈ പയ്യൻ, ഈ മോന് എന്തുവാ ചെയ്യുന്നത്? ഓടിക്കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കുന്നു. ഈ അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ അത് ഉപയോഗിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവിടെ കുഞ്ഞുണ്ടാകാത്ത ഒരു സിസ്റ്റർ ഉണ്ട്. അത് ഓടി വന്നിട്ട് പറയുന്നു എനിക്ക് നിന്റെ മാൻഡ്രേക്ക് തരാനും. അവിടെ ഒരു വലിയ സെയിൽസ് പ്രോജക്റ്റ് നടക്കുക. അന്നേരം ലേ പറയുന്നു ഓക്കെ നീ എൻ്റെ മാൻഡ്രേക്ക് എടുത്തു. എന്നിട്ട് റേച്ചൽ പറയുന്നു നീ എൻ്റെ ഭർത്താവിനെ എടുത്തു. ഇവിടെ ഭയങ്കര വലിയൊരു ലവ് സ്റ്റോറി ആയിരുന്നു ഇത്. ഭർത്താവ് 14 വർഷം അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ. പക്ഷെ റേച്ചൽ എന്തോ പറയുന്നത്, ഇനി നീ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി, എനിക്ക് മാൻഡ്രേക്ക് മതി, എനിക്ക് എങ്ങനെയും കുഞ്ഞിനെ മതി എന്നുള്ളതായി. ഭർത്താവിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്, ലേയ ഒന്ന് സ്തുതിച്ചു ദൈവത്തിനെ. ജേക്കബിന് ഒരു ബന്ധം ഓടി വന്ന സമയത്ത്, സ്വപ്ന ബന്ധവും ആ ബന്ധവും ഒക്കെ ദൈവമായിട്ടുണ്ട്. ആ ജേക്കബിന്റെ അപ്പൻ ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുന്നത് അമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ലേലും. പക്ഷെ റേച്ചല് ഇതുവരെയും ദൈവത്തോട് അടുത്തിട്ടില്ല. റേച്ചല് ഭയങ്കര ദൂരെയാ. എന്താ? അവളുടെ ഈ പുറം അലങ്കാരത്തിൽ എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു, എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ദൈവം തരുന്ന എൻ്റെ മുഖം, എൻ്റെ സൗന്ദര്യമാണ് ദൈവമെന്നായി ഇരുന്ന ഒരു രംഗത്തിലാണ് അവള് പോകുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സൗന്ദര്യം ഫെയ്ഡ് ആകുന്നു, കുഞ്ഞു ഉണ്ടാകാതിരിക്കുമ്പോൾ അവിടെ വേറെ ടൂൾസ് ഇല്ല. ഇനി എന്തുവാ ചെയ്യേണ്ടേ? ഒരു പ്രാവശ്യം അവള് പറഞ്ഞു ഞാൻ മരിക്കുമെന്ന്. അതാണ് ഇന്നത്തെ കുട്ടികൾക്ക്, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്നത്. എല്ലാം അവര് ദൈവം, അവരവരുടെ രാജ്യത്തിന്റെ ദൈവം എന്നും പറഞ്ഞ് നമ്മൾ വളർത്തുമ്പോൾ അവർ കുറച്ച് നാൾ അവരൊരു ലോകത്തിനെ അവര് ഫേസ് ചെയ്യുമ്പോൾ അവരുടെ അവിടെ ഒരു ചതിവോ ഒരു ദുഃഖമോ ഒരു കഷ്ടമോ അവർ ഫേസ് ചെയ്യുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ടൂൾസ് അവരുടെ ഇല്ല. അവരുടനെ എസ്കേപ്പ് ചെയ്യും. സൂയിസൈഡ്, ഡിപ്രഷൻ, ഒരു എസ്കേപ്പാ, ഗ്യാപ്പ് ആകുക. പേരൻസ് പോലും മിണ്ടത്തില്ല, ആരോടും മിണ്ടത്തില്ല. മൊബൈലിൽ നിന്ന് ഗ്യാപ്പ്, അവരെ അണ്ടർഗ്രൗണ്ട് ആയി പോകും പിള്ളേർ. അതുപോലെ തന്നെയാണ് റേച്ചൽ ഒരു പ്രാവശ്യം പറഞ്ഞ ഞാൻ മരിക്കും, സെക്കൻഡ് പറഞ്ഞു മഡ്രേക്ക് താ, എനിക്ക് വേണം. അതിൽ എന്തുവാണ്, ആ ഹെർബിൽ ആശ്രയിച്ചു. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നടക്കുന്നെന്നുള്ള ആ ഒരു ബുദ്ധിയിൽ വന്നു പോലുമില്ല. അന്നേരം എന്തുവാ സംഭവിക്കുന്നേ? ഈ വഡ്രേക്ക് കൊടുത്തു, ലയ 3 പ്രാവശ്യം കൂടെ പ്രസവിച്ചു.
3 പ്രാവശ്യം ട്രിപ്പിൾസ് അല്ല, ട്രിപ്പിളിങ്സ് അല്ല, 3 പ്രാവശ്യം പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ 3 വർഷം പോയെന്ന. ഈ 3 വർഷവും ഈ മഡ്രേക്ക് കൊണ്ട് കഴിച്ച ആൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. പിന്നെ അവള് ലൈനിൽ വന്ന് കാണും, പ്രാർത്ഥിച്ച് കാണും, ദൈവത്തെ അറിഞ്ഞു കാണും. ദൈവം പിന്നെ റേച്ചലിനെ ഓർത്തെന്നാ പറയുന്നത്. റേച്ചലിന് 2 മക്കളെ കൊടുത്തു. ആദ്യത്തെ മക്കളിലും എന്തോ പറഞ്ഞത്, എനിക്ക് ഒരാളെ കൂടെ തരുമെന്നാ പറഞ്ഞത്. രണ്ടാമത്തെ മകനിലും, രണ്ടാമത്തെ മകൻ കഴിഞ്ഞിട്ട് അവള് മരിക്കുമായിരുന്നു ചെയ്തത്. പക്ഷെ ദൈവത്തിനെ സ്തുതിച്ചില്ല. ഒരു ഗ്യാപ്പ്. എന്താന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഇവർക്ക് 2 പേർക്കും അത് കിട്ടിയില്ല. പക്ഷെ ഒരാൾ അവരുടെ കഷ്ടതയിൽ കൂടെ ഇന്ന് മോൻ ഹഗായി പറഞ്ഞപ്പോൾ ആ ഫസ്റ്റ് വേർഡ് പറഞ്ഞത് തന്നെ ടച്ച് ചെയ്തു. ഞാൻ ചിന്തിക്കുമായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ലിങ്ക് ഓരോ വിഷയത്തിലുള്ളതെന്ന്. എന്നുവെച്ചാൽ മോൻ വർഷിപ്പ്, ഞാനും ആ മോനും അറിയത്തില്ല, വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവിനെ തേടിയാണ് ഇവർ 2 പേരും, ഈ റേച്ചലും ഈ ലേയും. ഈ അൺകണ്ടീഷണൽ ലവ് നമുക്ക് ആദ്യമേ കിട്ടേണ്ടത് നമ്മുടെ മാതാവും പിതാവിൻ്റെന്നുമാണ്. അതാണ് ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ. ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ഈ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ പേര് വിളിച്ച് നമ്മളെ അറിയുന്ന ആളാണ്, നമ്മളെ അറിഞ്ഞ ആളാണ്. നമ്മൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആദാമിനെ ഹൗവയെ ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയെ അവർക്ക് വേണ്ടിയുള്ള അത് ആദാമിനെ ഹൗവയെയും പിന്നെ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഫുൾ ഉണ്ടാക്കിയിട്ട് അവരെ എടുത്ത് ഏദനിൽ വെച്ചു. അവരുടെ കൂടെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അവരാണ് അനുസരണക്കേടിലും ദൈവത്തിനെ വെറുത്തും അവരെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യജാതിയാണ് ദൈവത്തെ വെറുത്തും മാറിയത്. അന്നേരം ഈ സ്നേഹബന്ധം ദൈവത്തിനോടുള്ള ഒരു അപ്പനെന്നുള്ള ആ സ്നേഹബന്ധത്തിന്റെ ഒരു കണ്ണി നമ്മളിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചതായോണ്ട് നമ്മളിൽ ആ ബന്ധത്തിന്റെ ഒരു വള്ളി ഇപ്പോഴും കിടപ്പുണ്ട്. അത് ആ ഒരു വലിയ മുറിവ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയത്തെ മുറിച്ചതാ അത്. ആ മുറിവിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ സ്നേഹവും നമ്മൾ ഈ വർഷിപ്പും എല്ലാം തേടി നടക്കുന്നത്. ഏത് വർഷിപ്പ്? ജാതികളാണെങ്കിൽ അവർ മൂർത്തി ഉണ്ടാക്കുന്ന ആന, പൂച്ച, പട്ടി, കുരങ്ങ് എല്ലാവരും ദൈവം. അവരിൽ മേളിൽ കാണുന്നതെല്ലാം, അവരിൽ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന എല്ലാവരും അവരുടെ ദൈവം എന്ന് പറയുന്ന പോലെ എല്ലാവരും ഈ ഒരു ആവേശത്തില് എൻ്റെ പിതാവിൻ്റെ മനുഷ്യവർഗം തന്നെ ഒരു ഒരു കൺഫ്യൂഷനില്ല. എനിക്ക് എവിടുന്നോ സ്നേഹം കിട്ടാനുണ്ട്, ആ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. ആ ഒരു തേട്ടല്ല, ആ ഒരു പായലിലാണ് നമ്മളെല്ലാവരും. അതിനാണ് ദൈവം നമ്മളെ ഓർക്കുന്നുണ്ട്. ഈ കുടുംബത്തിനകത്തിൽ നോക്കുമ്പോഴും ദൈവത്തിന്റെ അദൃശ്യകരം ആ കുടുംബത്തിനകത്ത് ഇവരുടെ വിവരക്കേടിലും ഇവരുടെ ബുദ്ധിയില്ലായ്മയിലും ഇവരുടെ കുരുട്ട് ബുദ്ധികളിലും എല്ലാത്തിന്റെ ഇടയിൽ തന്നെ ദൈവത്തിന്റെ ഒരു അദൃശ്യകരം ഇതിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയിൽ ആ കുഞ്ഞിന് സ്തുതി ഉള്ള ഒരു ആ പേര് കൊടുത്തപ്പോൾ ആ കുഞ്ഞിനാണ് ജേക്കബ് പിന്നെ അനുഗ്രഹിക്കുമ്പോൾ അവനെയാണ് പറയുന്നത്, നിന്റെ ബ്രദേഴ്സ്, നിന്റെ സഹോദരർ നിന്നെ സ്തുതിക്കും. നിനക്ക് ഞാന് പുരോഹിത അവകാശം തരുന്നു, നിനക്ക് ഞാന് പുരോഹിത അല്ല, രാജകീയ അവകാശം തരുന്നു, ന്യായാധിപന്റെ അവകാശം തരുന്നെന്ന്. അതെന്നാ വെളിപ്പെടുന്നത്? വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഗോത്രത്തിൽ കൂടെ യേശു കുഞ്ഞു പിറക്കുന്നു. യേശുവിൽ രാജാക്കന്മാരുടെ രാജാവായിട്ടും ന്യായാധിപന്മാരുടെ ന്യായാധിയായിട്ടും ആണ് യേശു ജനിക്കുന്നത്. നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ഈ മുറിവിന് വേണ്ടി, നമ്മുടെ ഒരു പാപപരിഹാരത്തിന് വേണ്ടി, രോഗത്തിന് വേണ്ടി, കഷ്ടതയ്ക്ക് വേണ്ടി ആ ദൈവം സ്വയപുത്രനെ ആ ക്രൂശിന്മേൽ കൊടുത്ത് ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്ന് നമ്മളെ ഈ ശരീരം ഈ ഭൂമിയിലുള്ള കാലം വരെയും പാപത്തിലാണ്. ഈ ശരീരം ഓരോ ബുദ്ധിയില്ലായ്മ ചെയ്യും, ഓരോ തെറ്റുകളിൽ അകപ്പെട്ടു പോകും, നമുക്ക് മുറിവുകൾ പറ്റും, നമ്മളെ മനുഷ്യർ ത്യജിക്കും, നമ്മളെ മനുഷ്യർ വെറുക്കും, രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം വരും. എന്നാലും പരിശുദ്ധാത്മാവ് നമ്മളെ മെനഞ്ഞെടുത്ത് നമ്മളെ വളർത്തി യേശുവിൻ്റെ സ്വഭാവത്തോളം യേശുവിൻ്റെ തലയിലോളം വളർത്താൻ ആ പരിശുദ്ധാത്മാവ് ഒരു കംഫർട്ടറായിട്ട്, ഒരു ഗൈഡായിട്ട് നമ്മുടെ കൂടെ ഇരിക്കാൻ
ദൈവം നമ്മളോടുള്ള ആ അൺകണ്ടീഷണൽ ലവ്. നമ്മുടെ സ്വഭാവം കണ്ടാൽ നമ്മൾ ത്യജിക്കപ്പെട്ടവരാണ്. നമ്മുടെ സ്വഭാവ ഗുണം അനുസരിച്ച് ഇതിനൊന്നും നമ്മൾ അർഹതയില്ലാത്തവരാണ്. എന്നാലും ആ അൺകണ്ടീഷണൽ ലവ് നമ്മളിൽ ചൊരിഞ്ഞു തന്നിരിക്കുന്നു. അതാണ് ഈ മൂന്ന് ക്യാരക്ടർ ഞാൻ പറഞ്ഞ. ലേയുടെ ആ സ്റ്റോറി ആയിരുന്നു, റേച്ചലിന്റെ ആ സ്റ്റോറി ആയിരുന്നു. പക്ഷെങ്കിൽ ജേക്കബിന് എന്തു പറ്റി? ജേക്കബിന്റെ ഇതിനകത്തിൽ എന്തുമായിരുന്നു റോള്? നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ജേക്കബ് എന്തുവായിരുന്നു അവിടെ ആ കുടുംബത്തിൽ എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത്? ജേക്കബ് ഇളയ ആ മോളെ ഒരു അസാധാരണ സ്നേഹം സ്നേഹിക്കുന്നു. ഇളയ ഭാര്യയെ, ഇളയ ആ പെണ്ണിനെ അസാധാരണമായ ഒരു സ്നേഹം സ്നേഹിക്കുന്നു. മൂത്ത ഭാര്യയെ, എൽഡർ സിസ്റ്ററിനെ ഭാര്യയായിട്ട് വെച്ച് ഭാര്യയുടെ എല്ലാ സുഖങ്ങളും കൊടുക്കുന്നുമുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്. ഞാൻ കുറേ നാൾ ചിന്തിക്കുമായിരുന്നു, വലുതാകുന്നതിന് മുമ്പ് ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, സ്നേഹമില്ലെന്നോ, കൊച്ചുങ്ങളുണ്ടാകുന്നുണ്ടല്ലോ. അത്രയ്ക്ക് കെമിസ്ട്രിയും ബയോളജിയും അറിയാത്ത സമയത്ത് അന്നേരം എനിക്കറിയത്തില്ലായിരുന്നു ഇതെന്തുവാ നടക്കുന്നതെന്ന്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അവർക്കാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായത്. എന്തുവാണ് ആ പുരുഷൻ ചെയ്തത്? അവന്റെ ചൈൽഡ്ഹുഡ് അവൻ റിലീവ് ചെയ്യുമായിരുന്നു. അവന്റെ ജീവിതത്തിനെ ഒന്നുകൂടെ നോക്കുമായിരുന്നു. വാശി അവരുടെ കുടുംബത്തിൽ നടന്ന് അവരുടെ മാതാവ്, ജേക്കബിന്റെ മാതാവും പിതാവും പിതാവ് മെയിൻലി ചെയ്തേ ആ വാശി അവന്റെ ജീവിതത്തിൽ കൂടെ അവൻ തീർക്കുമായിരുന്നു. ആ ഇളയ കുട്ടിയിൽ അവന്റെ ജീവിതത്തിനെ, അവന്റെ ചൈൽഡ്ഹുഡിനെയും കാണുന്നുണ്ട് ഇളയത്. മൂത്താളിൽ അവൻ യേശാവിനെ കാണുന്നുണ്ട്. യേശാവിന്റെ ആ സ്മൃതിയാണ് കാണുന്നത്. അവരെ വിടുന്നില്ല, ഭാര്യയെ വിടുന്നില്ല. അവിടെ തന്നെ വെച്ച് ഭാര്യയുടെ അവകാശം തന്നെ കൊടുത്തോണ്ട് സ്നേഹിക്കത്തില്ല. അവന്റെ കൂടെ അത് തന്നെയാണ് നടന്നത്. പുത്രനായിട്ട് അവൻ ജീവിക്കുന്നു, പക്ഷെ അപ്പൻ സ്നേഹിക്കുന്നില്ല. അത് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, അപ്പൻ സ്നേഹിച്ചില്ല എന്നുള്ളത്. അവൻ ആ സ്നേഹം കൊടുക്കത്തില്ല. ആ കൊടുക്കത്തില്ലായ്മയായിപ്പോയി. ആ വാശി തീർക്കുവാണ്. നമ്മൾ കുടുംബത്തിൽ പാർഷ്യാലിറ്റി, എന്തുവേലും മക്കളിലുള്ള പാർഷ്യാലിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം. ഈവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനി മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരിരുന്ന് ചിന്തിച്ചു നോക്കി, എന്താ ദൈവമേ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, എന്താ ഞാൻ അവരോട്, എൻ്റെ സിസ്റ്ററിനോട് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്തോ ബാക്ക് സ്റ്റോറി അതിൻ്റെ കിടപ്പുണ്ട്. ആ ബാക്ക് സ്റ്റോറി എത്താനൊന്ന് ശ്രമിക്കണം. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ജേക്കബ് ഒന്ന് ദൈവമായിട്ട് മൽപ്പെടുത്തു. എന്തോ അവന്റെ ജീവിതവുമായിട്ടും കൂടെ ആയിരുന്നു. എൻ്റെ ജീവിതം നോക്ക്, എനിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, നോക്ക്, എനിക്കൊരു ആൻസർ താ, എന്നെ അനുഗ്രഹീര്. ദൈവത്തിനെ അവൻ ആഴമായിട്ട് അറിഞ്ഞെന്ന്. അത് കഴിഞ്ഞപ്പോ തൊട്ട് അനുഗ്രഹിച്ചതും, അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ജേക്കബ് എന്തുവാ പറയുന്നതെന്നറിയോ? ജേക്കബ് പറയുന്നത്, എൻ്റെ വല്യപ്പനെ അമ്മയെ അടക്കിയ സ്ഥലം, എൻ്റെ അമ്മയെ അപ്പനെ അടക്കിയ സ്ഥലം, ഞാൻ എൻ്റെ ലേയായ അവിടെ അടക്കിയിട്ടുണ്ട്, അവിടെ എൻ്റെ ശരീരം നിങ്ങൾ അടുക്കണമെന്ന്. അവൻ ദൈവത്തിലോട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവം ആരാണെന്നും ദൈവത്തിനെ രുചിച്ചറിഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അപ്പോസ്റ്റലിനകത്തിൽ എഴുതിയിട്ടുണ്ട്, ഹീ ലവ്ഡ് ഹസ് ഫസ്റ്റ്, ദാറ്റ്സ് വൈ വി ആർ ലവിങ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലുള്ളായോണ്ടേ നമ്മൾ മറ്റുള്ളവരെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ആ അതുല്യ, ആ അൺകണ്ടീഷണൽ ലവ് നമ്മൾ രുചിച്ച് അറിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓസ്പ്രിങ്ങിനെയും നമ്മുടെ ബന്ധത്തിനെയും നമ്മുടെ സ്വന്തത്തിനെയും നമ്മൾ അളവില്ലാതെ സ്നേഹിക്കാൻ പറ്റും. അല്ലാതെ സ്നേഹിക്കുന്നതെല്ലാം ഈ പൊട്ടിച്ചെതറിയ സ്നേഹമാണ്. ആ സ്നേഹത്തിനകത്തിൽ എന്തെങ്കിലും ഒരു പൊട്ടലും മിന്നലും വീഴും. ആ സ്നേഹത്തിനകത്തിൽ ഒന്നീ ആ ആക്ക് തോന്നും ഇത് വല്ല ലാഭത്തിനോ ഗുണത്തിനോ ആയിരിക്കും എന്നുള്ളത്. അന്നേരം നമ്മൾ ഈ സ്നേഹം അറിയാതെ, ഈ സ്നേഹം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ എന്തിനാണോ ഈ മുന്നേ നിൽക്കുന്നേ, എന്നെ ചതിക്കുന്നേ, എന്നെ ദുഷിക്കുന്നേ, ഈ ആളിനെ ഞാൻ എന്തിനാണോ ഈ സ്നേഹിച്ചു പോകുന്നതെന്ന് പോലും നമ്മൾ അറിയാതെ സ്നേഹിച്ചു പോകും. അതുപോലെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ അത് വരും. ദൈവം നമുക്ക് തരും. നമ്മൾ ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്നും ഉള്ള ഒരു ഇതാ. നമ്മൾ ചിലവരെ ക്ഷമിച്ചു കൊടുത്താൽ നമുക്ക് ഹീലിംഗ് ആണ്. നമ്മൾ ചിലവരെ മാറോടണച്ചാൽ നമുക്ക് ഹീലിംഗ് ആണ്. നമ്മുടെ മുറിവിന് ഹീലിംഗ് മാറും. അത് വാശി തീർക്കാനോ, ജേക്കബ് വാശി തീർന്നു, വർഷങ്ങളോളം വാശി തീർത്തു. ലേയയും റേച്ചലുമായിട്ടുള്ള ഒരു വാശി പ്രശ്നം നടന്നു.
അതിൻ്റെ റിപ്പർക്കഷനായിട്ട് അവരുടെ മക്കൾ മുഴുവനും അവർക്ക് എഫക്റ്റ് ആയിട്ടുണ്ട്. ജേക്കബ് ദൈവത്തിനെ കണ്ടുമുട്ടി ഒരു വിശുദ്ധനായിട്ട്, നമ്മൾ ഇന്ന് പാട്ടിൽ കേട്ടു, വിശുദ്ധനായിട്ട് തന്നെ അടക്കപ്പെട്ടു. പാട്ടുകളിനകത്തിലൊക്കെ വിശുദ്ധന്മാരുടെ പിന്നെ എണ്ണത്തിൽ അവരെ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ മക്കളിൽ അത് പകർന്നു കൊടുക്കാൻ മക്കളുടെ വളർച്ച സമയത്ത് അത് പറ്റിയില്ല അവർക്ക്. അതുകൊണ്ട് എന്തു പറ്റി? മക്കളിൽ ഒത്തിരി ബ്രോക്കൺനെസ് പിന്നെ മുന്നോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ആ 12 മക്കളിലുള്ള ബ്രോക്കൺനെസ് പോലെ ഈ ഭൂലോകത്തിലെ ഒരു കുടുംബത്തിലുള്ള ബ്രോക്കൺനെസ്സും കാണത്തില്ല. അവരിൽ ആരൊക്കെ ദൈവത്തിനെ സ്നേഹിച്ചോ, ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞോ, അവര് മാറി 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 വരാൻ തുടങ്ങി. പക്ഷെങ്കിൽ അല്ലാത്തവരുടെ ജാതികളോളം ഇന്നും നമ്മൾ കേൾക്കുന്ന ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന തേർഡ് വേൾഡ് വാർ എല്ലാം ഈ കുടുംബത്തിന്റെ ഗുണം കൊണ്ട് തന്നെ. നമ്മൾ ആഴമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ ഈ സമൂഹത്തിന് എന്തു പറ്റിപ്പോകും, നമ്മുടെ തലമുറ എന്തോ ചെയ്യും. നമ്മുടെ തലമുറ നല്ല ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുത്ത്, ദൈവീയ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫൗണ്ടേഷൻ കൊടുത്ത്, നമ്മുടെ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മകൻ അമ്മയെ സ്നേഹിക്കണമെങ്കിൽ, അപ്പനെ സ്നേഹിക്കണമെങ്കിൽ, അപ്പനോട് ഒരു മകൻ ഒരു വാല്യൂ വേണം. സ്നേഹിക്കണമെങ്കിൽ, അഗാധമായുള്ളൊരു സ്നേഹം വേണമെങ്കിൽ അപ്പൻ എന്ത് ചെയ്യണം? അവൻ്റെ അമ്മയെ സ്നേഹിച്ച് കാണിക്കണം. അതുപോലെ തന്നെ ഒരു മകൾ അമ്മയെ സ്നേഹിക്കണമെങ്കിൽ, ഒരു അഗാധമായ ഒരു സ്നേഹം അമ്മയോട് വേണമെങ്കിൽ അമ്മ എന്ത് ചെയ്യണം? അവിടെ ആദ്യ സ്നേഹം, ഒരു മകളുടെ ആദ്യ സ്നേഹം അപ്പനാണ്. അവരുടെ ആദ്യ സ്നേഹത്തിനെ നല്ലപോലെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചും കാണിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു അടിസ്ഥാനം, സ്നേഹത്തിന്റെ ഒരു അടിസ്ഥാനം നമ്മുടെ കുടുംബങ്ങളിൽ വരും. ഈ വചനത്താൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം തന്നതിനായി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സമയം കൂടിപ്പോയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ സമയം കൂടിപ്പോകും. അത് ടൈം ഉണ്ട്, 15 minutes more. ഓക്കെ, ഞാൻ അബ്രപ്റ്റ്ലി അങ്ങ് നിർത്തിയത് അതുകൊണ്ടാണ്, സമയം ഇല്ല എന്നുള്ള ഇതിലാണ്. അത് ഞാൻ വചനത്തിൽ നിന്നുള്ളത് ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ ഈ ഇവരുടെ ഈ വചനത്തിൽ നിന്ന് ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ റൂബേന്റെ ആ കാര്യം വിട്ടായിരുന്നു. ആ റൂബേൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഒരു കാര്യം ഞാൻ വിട്ടായിരുന്നു, ആ ടൈമിന്റെ കുറവ് കൊണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കാമോ റൂബേൻ എന്തിനാ അത് ചെയ്തതെന്ന്? ഒരു സ്ത്രീ, ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു കഴിഞ്ഞു, ഒരു പെണ്ണും ചെറുക്കനും കല്യാണം കഴിച്ചു കഴിഞ്ഞ്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുറെ സമയമൊക്കെ ആകി കഴിയുമ്പോഴത്തേന് ഒരു ബന്ധത്തിനൊരു ഒരു ഒരു വ്യത്യാസം ഉണ്ടാകും. സമയമൊക്കെ കുറവ് കൊടുക്കുക. പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ഞങ്ങൾക്ക് സമയം വേണം, സംസാരിക്കണം, എൻ്റെ കൂടെ ഇരിക്കുക, എന്നോട് സംസാരിക്കുക, ഒരു സ്വഭാവമുണ്ട്. അത് പെണ്ണുങ്ങളുടെ ഹോർമോണൽ സ്വഭാവമാണ്. ആണുങ്ങൾക്ക് എന്തോ വെളിയിൽ പോകണം, കളിക്കണം, ചാടണം, അല്ലെങ്കിൽ ഓഫീസ്, അല്ലെങ്കിൽ പണി. അതിൻ്റെ കൂടെ എന്തുവാ, ഒരു അമ്മായിമ്മ പോരും അതും ഇതും ഒക്കെ വരുമ്പോൾ ഈ പെണ്ണ് അറിയാതെ അവിടെ വിഷമത്തിൽ അമ്മായിമ്മയെ കുറിച്ച് വല്ലതും പറയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ആണിന് ഒരു ചെറിയൊരു അകലിച്ച തുടങ്ങും. ഈ കുടുംബത്തിൽ നിന്ന് ഒരു അകലിച്ച തുടങ്ങും. ഈ ആണിനുള്ള ഒരു സ്വഭാവം. ഇങ്ങനെ അകന്നകന്ന് വരുമ്പോൾ ആ സമയത്ത് ഇരിക്കുമ്പോഴായിരിക്കും ഈ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നത്. കുഞ്ഞുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ ആ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കായിട്ടിരിക്കുമ്പോഴും ഇവൻ കൊടുക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കായിരിക്കുന്ന ഒരു സമയത്താണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഇനി അത് ആദ്യത്തെ മോനാണെങ്കിൽ എന്തുവാ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി ഈ കുഞ്ഞിലോട്ട് മാറാൻ പോകും. ഈ അമ്മയുടെ ഇമോഷണൽ സപ്പോർട്ട് ഫുൾ ഈ മോനാകത്തീരും. അന്നേരം കുഞ്ഞിനെ മടി വെച്ചുകൊണ്ട് അമ്മയുടെ ദുഃഖങ്ങളെല്ലാം പറയുകയും, അമ്മയെ കേൾക്കുന്ന പോലും, ഇച്ചിരി ഒന്ന് കരയുമ്പോൾ, അമ്മ കരയുമ്പോൾ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ അമ്മ പറയുന്ന ദുഃഖങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ്, ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പെണ്ണിന് കിട്ടേണ്ടി എവിടെ നിന്നായിരുന്നു? ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോൾ ഈ സ്ത്രീ ചായുന്നതും എവിടെ? ഒരു മെയിൽ ജെൻഡറിലോട്ട് തന്നെ ചായത്തുള്ളൂ. അതാ ചായേണ്ടി ഏറ്റവും അടുത്ത മെയിൽ ജെൻഡർ ആരായിരിക്കും? ഈ ജനിക്കുന്ന കുഞ്ഞായി മാറും. ഇതിലങ്ങോട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് ചോദിച്ചു വരുമ്പോൾ ഇവരങ്ങ് ഒരു അൺഹെൽത്തി എൻറ്റാങ്കിൾമെന്റ് ആകും ഇവർ തമ്മിൽ. അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദുഃഖങ്ങളെല്ലാം വഹിക്കുന്ന ഒരു പയ്യനായിട്ടും
അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഇമോഷണൽ സപ്പോർട്ടായി തോള് കൊടുക്കുന്ന ഒരു മകനായിട്ട് മാറിത്തീരും. ഇത് വളരുന്ന എല്ലാം നല്ലതാ. അവര് തമ്മിൽ ഭയങ്കര നല്ല നല്ല കുടുംബം, നല്ല വർഷിപ്പ് ലീഡർ മോന്, നല്ല സ്വഭാവം, തങ്കപ്പെട്ട സ്വഭാവം, സിഗരറ്റ് ഇല്ല, വീടില്ല, വേണ്ടാത്ത കൂട്ടില്ല, അമ്മയുടെ കുഞ്ഞ്, നല്ല കുഞ്ഞ്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ എൻ്റെ മമ്മി പപ്പയോട് പറയാറുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പ് വരെ, ഇപ്പം എൻ്റെ മദറിലോ ഇവിടെ ഇരിപ്പുണ്ട്, കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ മമ്മിയോടും പപ്പയോടും ഒരു കൗൺസിലിംഗ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു, കല്യാണത്തിന് മുമ്പ് വരെ ആരെയും ഇപ്പം പപ്പായിക്ക് ഇഷ്ടമില്ലാത്തോ പപ്പായുടെ ഒരു ഫ്രണ്ടോ ഒരാൾ വന്നിട്ട്, എൻ്റെ ഡാഡിയുടെ പേര് PM മാത്യു എന്നാണ്, PM മാത്യു ഡാഡിയെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനെ കുറിച്ചോ എൻ്റെ ഫാദറിന്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം കാര്യം ഇതാകും. എന്താന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നിടം വരെ ഈ കുടുംബം എന്ന് പറയുന്നത്, ഈ വരാൻ പോകുന്ന കുടുംബം ഭയങ്കര വലിയ കുടുംബമാണ്, അവർക്ക് ഭയങ്കര പവറാണ്, അതോറിറ്റിയാണ്, നല്ല തങ്കപ്പെട്ട കുടുംബമാണ്. ആരും ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറയുവാണെങ്കിൽ സ്വന്തക്കാരോ ബന്ധക്കാരോ വല്ലതും ആരും നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ തിരക്കിയോ എന്ന് വല്ലതും ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. ഇത് പറയുമ്പോഴത്തേന് ആളങ്ങ് മാറും. എൻ്റെ ഫാദർ മാറിയെന്നല്ല, ഞാൻ മമ്മിയോടും പപ്പയോടും ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്ത. പക്ഷെ ഈ കല്യാണ ശുശ്രൂഷയിൽ, നാളെ ആൻറ്റി ഒരു കല്യാണം കൂടാൻ പോകും, കല്യാണ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റേജിൽ കയറും. അന്നേരം എല്ലാവരും നല്ല ഞങ്ങളുടെ ബന്ധം ആകാൻ പോകുന്നത് എല്ലാം അങ്ങോട്ട് കഴിയുമ്പോൾ, ഈ കല്യാണ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈ പിടിച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചു കഴിയുമ്പോഴല്ലേ ഞങ്ങൾ ഇവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ഘോഷിച്ചിരിക്കുന്നതെന്ന് പറയുകയും, പിന്നെ രണ്ട് കൂട്ടരെ അമ്മയും അപ്പനെയും കൂടെ കൂട്ടി വരുമ്പോൾ ഇവർ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സഡൻലി എന്തോ കെമിക്കൽ ഇക്വേഷൻ അങ്ങ് ചേഞ്ച് ആകും. സഡൻലി ഇവരങ്ങ് ഓപ്പോസിറ്റ് ആകും, എന്തോ മാറിയ പോലെ. പിന്നെ ഇവർ രണ്ടുപേരും വിപക്ഷ രണ്ട് ടീമാ, ഇന്ത്യ പാകിസ്ഥാൻ ടീമായി പോകും. എന്തുവാ നടന്നതെന്നും എന്തുവാ ചെയ്തെന്നും ഒന്നും മനസ്സിലായി ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടില്ല. അത് തീർത്തു പറയാം. എൻ്റെ അമ്മായിയമ്മയും അപ്പായിയമ്മ ഇരിക്കുമ്പോൾ ഞാനത് പറയത്തില്ലല്ലോ. അതുകൊണ്ട് ഇതങ്ങ് ഭയങ്കര വിപക്ഷ. അവര് പറയുന്ന ഇവിടോട്ട് പറ്റത്തില്ല, ഇവര് പറയുന്ന അവിടോട്ട് പറ്റത്തില്ല. ചെറിയ ചെറിയ കുശുമ്പുകളൊക്കെ ഓക്കെയാ. ഇപ്പം വല്യമ്മച്ചിമാര് തമ്മിലുള്ള ചെറിയ കുശുമ്പുകൾ എനിക്ക് ചിലപ്പം തോന്നിപ്പോകും, ഉണ്ടോ ഇല്ലയോ. ഞാൻ ഈ സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും, അവരെന്തോ പറയുന്നു ഇവരെന്തോ പറയുന്നു, ഒന്നും മിണ്ടത്തില്ല, ചിരിച്ചു കാണിക്കും. അന്നേരം ഈ വിപക്ഷ എന്താകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം, ഏറ്റവും കൂടുതൽ ചില കല്യാണത്തിനൊക്കെ ആണിന്റെ അമ്മമാര് തല കറങ്ങി വീണ് കിടന്ന് കരഞ്ഞു പോകുന്നുണ്ട്, എൻ്റെ മോനെ കൊണ്ടുപോയെന്നുള്ള ഒരു സീനായി പോകും. അതെന്താന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഞാനൊരു സൈക്കോളജിക്കൽ സ്റ്റഡി പറയുവാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഈ മോൻ ഒരു വലിയ ഇമോഷണൽ സപ്പോർട്ടായിരുന്നു. സഡൻലി ആ മോന്റെ വലത്ത് ഭാഗത്ത് മെയിൻ പൊസിഷനിൽ വേറൊരു സ്ത്രീ രൂപം നിൽക്കുന്ന കാണുന്നത് ഈ പാവം പിടിച്ച അമ്മയുടെ നെഞ്ച് തകർന്നു പോകും, സഹിക്കാൻ പറ്റത്തില്ല. അവരുടെ ആ ഒരേ ഒരു ഇമോഷണൽ സപ്പോർട്ട് ദേണ്ട ആ പെൺകുച്ചു കൊണ്ടുപോയി. ഇനി അത് സഹിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാ? നമ്മളെല്ലാവരും അമ്മായിമ്മമാരെ കുറ്റം പറയും, അയ്യോ ആ അമ്മായിമ്മ ഭയങ്കര, പിന്നെ വരുമ്പോ തൊട്ട് ഈ ലോകത്തിലെ ഏറ്റവും കൊള്ളാത്ത ആ പെണ്ണായി തീരും അമ്മായിമ്മയ്ക്ക്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വഴക്കുകൾ തുടങ്ങും. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ അമ്മായിയമ്മ വഴക്ക് പറയും, പന്നലാണെന്നോ, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാവരും അറിയും ഈ അമ്മായിയമ്മ കൊള്ളത്തില്ലെന്നൊക്കെ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആ അമ്മായിയമ്മ പറഞ്ഞ ഒരു കാര്യവുമില്ല. അമ്മായിയമ്മ അല്ല അവിടുത്തെ കുഴപ്പക്കാരി. അവിടെ വന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയ്ക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, ആ ഭർത്താവ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതായ ആ സ്നേഹവും വാത്സല്യവും കൊടുത്തില്ല. ആ ഒരു സ്നേഹവാത്സല്യമില്ലേ, നിങ്ങൾ അവളെ പോറ്റി പുലർത്തണമെന്ന് പറയുന്നത്, അത് കൊടുക്കാതെ ജോലിയുടെ കാരണം കൊണ്ടായിരിക്കാം, എന്തോ ഓരോ വിഷയങ്ങളും കൊണ്ടായിരിക്കാം, അന്നത്തെ സമൂഹത്തിന്റെ സമയം കാരണം കൊണ്ടായിരിക്കാം, എന്തോ വിഷയത്തിൽ ഇവരെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഓടിച്ചിട്ടിട്ട് അവിടുന്ന് അങ്ങ് മാറുമ്പോൾ ഈ അമ്മയുടെ ഇമോഷണൽ സപ്പോർട്ടായിട്ട് ഈ മകനായിത്തീർന്നു. ഞങ്ങളുടെ ഡാഡി മമ്മിയെ തങ്കമായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. മമ്മി ഒരു സാരി ഒക്കെ എടുത്തോണ്ട് വരുമ്പോൾ ഡാഡിയുടെ കണ്ണ് തിളങ്ങുന്ന കാണണം ഇങ്ങനെ ഇപ്പോഴും.
അതുകൊണ്ട് മമ്മിയെ നല്ല സ്നേഹിച്ചും വാത്സല്യിച്ചും വളർത്തുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. മമ്മി എന്നോട് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ ഇത് വിശദീകരിക്കുമ്പോൾ ഞാൻ അതുകൂടെ പറയാതെ ഞാൻ അത് നിർത്താൻ പറ്റത്തില്ല. ആ ആ ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞങ്ങൾ ഇത് പഠിക്കുമ്പോഴും ഇതിന്റെ എക്സാമ്പിൾ കാണാൻ ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ. അന്നേരം അവിടെ അവരുടെ തമ്മിലുള്ള ആ ബന്ധവും ഞാൻ ഇപ്പോൾ 20 ദിവസത്തേന് ഡാഡി മമ്മിയുടെയും കൂടെ ഞാനും കുഞ്ഞും കൂടെ പോയി താമസിച്ചിട്ട് വന്നതാ. അന്നേരം ഞാൻ കാണാം ഒരുങ്ങിയിട്ടിറങ്ങുമ്പോൾ സാരി ഏത് ന്യൂ സാരി ഉടുത്തോണ്ടാ മമ്മി ഡാഡി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഡാഡി അവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാതെ കാറെ കയറത്തില്ല. എനിക്ക് ഞാൻ വിചാരിക്കും ഓ കൊച്ചിനെ നോക്കണോ എന്തോ ചെയ്യണോ, എങ്ങനെയും ഒന്ന് കാറെ കയറി ചെല്ലുന്നിടത്ത് എത്തിയാൽ മതി എന്നുള്ള ഈ ഓട്ടത്തിന് പോകുമ്പോൾ ഡാഡിയും മമ്മിയും ഭയങ്കര ഒരു നല്ല സീൻ കിട്ടിയാൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം ആൾക്കാർക്ക്. എൻ്റെ പേരൻസ് അങ്ങനെയില്ല, അത്രയ്ക്ക് കാണിക്കുന്നവരല്ല. അങ്ങനെ ഉണ്ടല്ലോ ചില സ്വഭാവങ്ങളുണ്ടല്ലോ, മീൻസ് അങ്ങനെ ഒരു ജോളി നേച്ചർ. അന്നേരം ആ വാത്സല്യത്തിനും ആ ഇതിലും വളരുമ്പോൾ മമ്മിയും ഡാഡി അവിടെ ഹാപ്പിയാണ്. ഈ മോനല്ലായിരുന്നു ഇമോഷണൽ സപ്പോർട്ട്. ഒരു മോനേ ഉള്ളൂ മമ്മിക്ക്, പക്ഷെങ്കിൽ ഈ മോനല്ലായിരുന്നു ഇമോഷണൽ സപ്പോർട്ട്. എന്നാൽ പിള്ളേരും പെമ്മക്കളും അമ്മയും അപ്പൻ്റെ ഇമോഷണൽ സപ്പോർട്ട് ആകരുന്നല്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ഹെൽത്തി സപ്പോർട്ട് എപ്പോഴും കാണും. അച്ഛൻ എന്നും വിളിക്കണം, ഞാനും എന്നും വിളിക്കണം, ഞങ്ങൾ വിളിക്കും, സന്തോഷത്തോട് മിണ്ടാൻ പറ്റും. മമ്മിക്ക് ആ ഹെൽത്തി നേച്ചർ കിട്ടിയതിൻ്റെ ആ കാരണം അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് പോകുന്ന ഡാഡിക്കാണ്. അതുകൊണ്ട് ചില പാവം പിടിച്ച അമ്മമാർ ഇച്ചിരി കലിയും ദേഷ്യവും വിഷമവും അങ്ങ് കാണിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കുറ്റമല്ല, അവരിൽ കിട്ടാതിരുന്ന സ്നേഹം. അന്നേരം അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തണം. മോനെ ഞാൻ കൊണ്ടുപോകുന്നില്ലെന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ, എപ്പോഴും വലത്ത് ഭാഗത്ത് അമ്മ കാണുമെന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇന്നത്തെ പെൺകുട്ടികളും എത്തിപ്പെടാനും ഇതൊന്ന് മനസ്സിലാക്കിയാൽ ചില കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.